നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. പാനൂരിൽ പഴയ വീട് പൊളിച്ചു മാറ്റുന്നതിനിടെയുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചത് തെക്കേ പാനൂർ വൈകുണ്ഠത്തിൽ ജിതീഷ്. കണ്ണൂർ നഗരത്തിൽ 7 കടകളിൽ പരക്കെ മോഷണം. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ച് പോലീസ്. തലശ്ശേരി പ്രസ് ഫോറവും പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറിയും സംയുക്തമായി കാരായി രാജൻ MLAക്ക് സ്വീകരണം സംഘടിപ്പിച്ചു. MLAയുമായി സംഘടിപ്പിച്ച മുഖാമുഖം വേറിട്ട അനുഭവമായി. മുതിർന്ന മാധ്യമപ്രവർത്തകനും യൂത്ത് ലീഗ് പ്രഥമ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന മേക്കുന്ന് മത്തിപ്പറമ്പിലെ KK മുഹമ്മദ് അന്തരിച്ചു. മരണം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന്. വിശദമായ വാർത്തകളിലേക്ക്. പാനൂരിൽ പഴയ വീട് പൊളിച്ചു മാറ്റുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. തെക്കേ പാനൂർ വയൽഭാഗത്തെ പഴയ വീട്ടിൻ്റെ സ്ലാബ് പൊളിക്കുന്നതിനിടെയാണ് ദാരുണ സംഭവം ഉണ്ടായത്. പാനൂരിലെ വൈകുണ്ഠത്തിൽ ജിതീഷാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 10:30 അപകടം. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന പഴയ വീട് പൊളിച്ചു നീക്കുന്നതിനുള്ള ജോലികൾ പുരോഗമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. സ്ലാബ് പൊളിക്കുന്നതിനിടെ അത് പെട്ടെന്ന് തകർന്നു വീഴുകയും മുകളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജിതീഷ് സ്ലാബിനൊപ്പം താഴേക്ക് പതിക്കുകയായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു. രാവിലെ 10:00 അവരെ ഇവിടെ വാർപ്പിൻ്റെ മേലെ ഇരുന്ന് പൊട്ടിക്കുകയായിരുന്നു. അപ്പോൾ വാർപ്പടക്കം മറിഞ്ഞ് വീട് കക്ഷി അതിൻ്റെ ഉള്ളിൽ പെടുകയുണ്ടായിരുന്നു. രാവിലെ ഒരു 10:30, ഏകദേശം 10:00 സംഭവം. അപകടം കണ്ട നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിന് രംഗത്തെത്തി. വിവരമറിഞ്ഞ് പാനൂർ ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. സ്ലാബിനടിയിൽപ്പെട്ട ജിതീഷിനെ ഏറെ പരിശ്രമത്തിനൊടുവിൽ പുറത്തെടുത്ത് സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകട വാർത്ത പ്രദേശത്തെ ദുഃഖത്തിലാഴ്ത്തി. കണ്ണൂർ നഗരഹൃദയത്തിലെ പ്രസ് ക്ലബ്ബ് റോഡിലെ 7 കടകളിൽ പരക്കെ മോഷണം. അർദ്ധരാത്രിയാണ് കള്ളൻ കടകളുടെ മേൽക്കൂരയിലെ ഷീറ്റ് പൊളിച്ചും പൂട്ടുകൾ തകർത്തും അകത്ത് കയറിയത്. മോഷ്ടാവിൻ്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വാച്ച്, റെഡിമെയ്ഡ് ബാഗ്, പച്ചക്കറി, മൊബൈൽ തുടങ്ങിയവ വിൽപ്പന നടത്തുന്ന കടകളിലാണ് കവർച്ച നടന്നത്. ജനിൽകുമാറിൻ്റെ ഉടമസ്ഥതയുള്ള വാച്ച് കടയിൽ നിന്നും മേശവലിപ്പിലുണ്ടായിരുന്ന 3000 രൂപയും 8 വാച്ചുകളും, നവാസിൻ്റെ താജ് മൊബൈൽ ഷോപ്പിൽ നിന്നും ഇയർഫോൺ, ചാർജർ, അനസ് കക്കാടിൻ്റെ ബാഗ് കടയിൽ നിന്നും 2000 രൂപയും, ദീപ സ്റ്റോറിൽ നിന്ന് കൊടുവാളും മറ്റ് ഉപകരണങ്ങളും 5000 രൂപയും കവർന്നു. നാസർ കക്കാട് എന്നയാളുടെ തുണിക്കടയുടെ പൂട്ട് പൊളിച്ച് കയറിയെങ്കിലും ഒന്നും നഷ്ടമായിട്ടില്ല. തൊട്ടടുത്ത രതീഷിൻ്റെ പച്ചക്കറി കടയിലും കള്ളൻ കയറി. ഫുട് ഓവർ ബ്രിഡ്ജ് റോഡിലെ കൂത്തുപറമ്പ് സ്വദേശി സമീറിൻ്റെ റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്നും പാൻസ്, ഷർട്ട് എന്നിവയും 500 രൂപയും മോഷണം പോയി. 2 മാസത്തിന് ശേഷം വീണ്ടും പ്രസ് ക്ലബ്ബ് റോഡിലെ കടകളിൽ മോഷണം നടന്നത് വ്യാപാരികളിൽ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്ന് വ്യാപാരി വ്യവസായ സമിതി ഏരിയ ജോയിന്റ് സെക്രട്ടറി KK കുഞ്ഞുകുഞ്ഞ് ആവശ്യപ്പെട്ടു. മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് KV സലീം പോലീസിനോട് ആവശ്യപ്പെട്ടു. തലശ്ശേരി പ്രസ് ഫോറവും പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറിയും സംയുക്തമായി കാരായി രാജൻ MLAക്ക് സ്വീകരണവും MLAയുമായി മുഖാമുഖവും സംഘടിപ്പിച്ചു. തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരനും പങ്കെടുത്തു. മാധ്യമപ്രവർത്തകർക്കൊപ്പം പ്രമുഖ സംഘടനാ ഭാരവാഹികളും തലശ്ശേരിയുടെ ആവശ്യങ്ങളും ആകുലതകളും MLAയുമായും നഗരസഭാ ചെയർമാനുമായും പങ്കിട്ടത് മുഖാമുഖത്തിലെ വേറിട്ട അനുഭവമായി. തലശ്ശേരിക്ക് ഏറെ പ്രയോജനപ്പെടുന്ന മുഖാമുഖത്തിൽ അങ്ങോട്ടെന്തെങ്കിലും പറയുന്നതിന് പകരം നിങ്ങളിൽ നിന്നും കേൾക്കുന്നതാണ് തൻ്റെ വികസന കാഴ്ചപ്പാടെന്ന് ആമുഖമായി പറഞ്ഞാണ് MLA മുഖാമുഖത്തിന് തുടക്കമിട്ടത്. കിഡ്നി രോഗികൾ പെരുകുന്നതിനാൽ ജനറൽ ആശുപത്രിയിൽ കൂടുതൽ സൗകര്യമുള്ള ഡയാലിസിസ് സെൻറ്റർ, നഗരത്തിൽ ആഴ്ചച്ചന്ത, സെൻറ്റിനറി പാർക്ക് മുതൽ ജവഹർഘട്ട് വരെ കടലോര നടപ്പാത, കടൽപ്പാലത്തിനരികിൽ എലിവേറ്റഡ് വാക്ക്വേ, ടൂറിസം, IT, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നൂതന സംരംഭങ്ങൾ, ആധുനിക അറവുശാല, പഴയ ബസ് സ്റ്റാൻഡ്, വെള്ളക്കെട്ടിന് പരിഹാരം കാണൽ, നഗരത്തിൽ സാംസ്കാരിക കേന്ദ്രം, ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിന് ഉറപ്പും മൂടിയും കൂട്ടി പഴയ ബസ് സ്റ്റാൻഡിലെ പ്രധാന വ്യാപാര കേന്ദ്രമാക്കൽ, പുതിയ ബസ് സ്റ്റാൻഡിലെ പച്ചക്കറി മാർക്കറ്റ് നവീകരണം, മാലിന്യ പ്രശ്ന പരിഹാരം, പാർക്കിംഗ് പ്രശ്ന പരിഹാരം തുടങ്ങിയ നിർദ്ദേശങ്ങൾ MLAയും നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരനും ഉന്നയിച്ചു. പ്രത്യേകിച്ച് പഴയ ബസ് സ്റ്റാൻഡാണ്
തലശ്ശേരി നഗരത്തിൻ്റെ ഒരു പഴയ ഹൃദയം എന്ന് പറയുന്നത്. ആ ഹൃദയ ഭൂമിയിലേക്ക് വ്യാപാരത്തിൻ്റെ ഒരു സ്തംഭനം നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെ മാറ്റിയെടുക്കാം? നഗരത്തിനെ വിവിധ മേഖലകളിലേക്ക് എങ്ങനെ വ്യാപിപ്പിച്ച് വ്യാപാരമുണ്ടാക്കുക എന്ന് പറയുന്നത് വരുമാനമുണ്ടാക്കുക എന്ന് മാത്രമല്ല, പുതിയ തൊഴിലവസരങ്ങൾ കൂടി സൃഷ്ടിക്കുക, അതുവഴി നാടിൻ്റെ സമ്പദ്ഘടനയെ ശക്തമാക്കുക എന്നതുകൂടിയാണ് അതിൻ്റെ ഒരു പരമമായ ഒരു ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ ഈ നഗരത്തിൽ ഞങ്ങളൊരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കും. തലശ്ശേരി നഗരസഭയൊക്കെ അത് ആലോചിച്ച് വന്നിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഊന്നൽ കൊടുക്കണം. പഴയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരാഴ്ച ചന്ത പോലെയുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ, യൂറോപ്പിലൊക്കെ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുള്ള, കംബോഡിയ, ജാപ്പാൻ, പ്രത്യേകിച്ച് വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിലൊക്കെ വളരെ വിജയകരമായി പ്രവർത്തിച്ചിട്ടുള്ള പുതിയൊരു കച്ചവട സംസ്കാരം, ഭക്ഷണം തൊട്ട് ഏത് വസ്തുക്കളും ഏത് ആവശ്യ സാധനങ്ങളും കളിക്കാനും ചിരിക്കാനും എൻ്റർടൈൻ ചെയ്യാനും എല്ലാം പറ്റുന്ന രീതിയിൽ ഈ നഗരത്തെ ആകെ വലയം ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ വ്യാപാര ശൃംഖല, നഗരത്തിന് പുറത്തുള്ള ആളുകളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന, ഏത് ഭക്ഷണവും കിട്ടുന്ന, ഏത് സാധനങ്ങളും, നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ, പുതിയ ബ്രാൻഡഡ് ഡ്രസ്സുകൾ ഉൾപ്പെടെ ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു രീതി നമുക്ക് കൊണ്ടുവരാൻ ആവുമോ? ഈ ആവശ്യകത പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വേണ്ടത്ര ഇല്ല. അപ്പോൾ നമ്മൾ ആലോചിച്ചത് അമ്മയും കുഞ്ഞും ഒരു അഭിപ്രായം ഉയർന്നു വന്നാൽ അതിന് നിങ്ങളുടെയൊക്കെ സഹായം വേണ്ടി വരും. അമ്മയും കുഞ്ഞും ആശുപത്രി അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ കുറേ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് അവിടത്തേക്ക് മാറ്റും. ഇപ്പോൾ ഉള്ള ഡയാലിസിസ് യൂണിറ്റ് നിറഞ്ഞിരിക്കുകയാണ്. നമുക്കിനി അവിടെ ഒഴിവ് വരുന്ന സ്ഥലത്ത് ഒരു പുതിയ ഡയാലിസിസ് യൂണിറ്റ് കൂടി ഒരു വലിയ ജനപങ്കാളിത്തത്തോടു കൂടി ആരംഭിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള ധാരാളം പാവപ്പെട്ട മനുഷ്യർക്ക്, രോഗികൾക്ക് കുറേ കൂടി സൗജന്യമായ ചെലവിൽ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അത് അങ്ങേറ്റം ഒരു കാരുണ്യപരമായ, നമ്മുടെ മനസ്സിനെ തൊടുന്ന ഒരു പ്രശ്നമാണത്. നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ഒരു പ്രശ്നമാണ്. ഒരാൾക്ക് ഡയാലിസിസ് വൈകുമ്പോൾ അവരുടെ വെപ്രാളം, ശ്വാസം മുട്ടൽ, അപ്പം അത് ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ പൊതുപ്രവർത്തകരുടെ മുമ്പാകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ പണി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലം നമുക്ക് ബാക്കി വരും. അവിടെ ഒരു യൂണിറ്റ് കൂടി, ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു യൂണിറ്റ് കൂടി സന്നദ്ധ സംഘടനകളുടെയൊക്കെ സഹകരണത്തോടു കൂടി മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും സഹകരണ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും വ്യാപാരികളും എല്ലാം ചേർന്നുകൊണ്ട് ഒരു ഡയാലിസിസ് യൂണിറ്റ്, അത് കുറച്ചുകൂടി നമ്മുടെ അടിയന്തരമായ വേണ്ടുന്ന ഒരാവശ്യമായിട്ട് തോന്നുകയാണ്. ഈ നാട്ടിലെ ഈ ആവശ്യമായിട്ട് വരുന്ന ആളുകളുടെ മുറവിളിയും വെപ്രാളവും ഒക്കെ കാണുമ്പോൾ നമുക്കതിലൊരു മുഖ്യ ശ്രദ്ധ വേണ്ടതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മറ്റു കുറേ കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. പിന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, നഗരത്തിലെവിടെയും സ്ഥലം കിട്ടില്ല. ഒരു ഫൈൻ ആർട്സ് കോളേജ് തലശ്ശേരിക്ക് ആവശ്യമാണ്, പക്ഷെ നഗരത്തിലെവിടെയും സ്ഥലം കിട്ടില്ല. ഇതുപോലെ IT മേഖലയിലും ഉന്നത വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുന്ന സൗകര്യങ്ങൾ നമുക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റും. സംബന്ധിച്ച് ഞങ്ങൾ സന്ദർശിച്ച് പരിഹാരം കാണാൻ വേണ്ടി ഒരു തീരുമാനം വെച്ചിട്ടുണ്ട്. പച്ചക്കറി മാർക്കറ്റിൻ്റെ റെയിൽവേയുടെ സ്ഥലവും കൂടെ ഉൾപ്പെട്ട സ്ഥലമുണ്ടാകുന്ന നേരത്തെ നഗരസഭയ്ക്ക് സാധിക്കാതെ പോയ കാര്യം എന്നുള്ളത് ശ്രദ്ധയപ്പെടുത്തി. എങ്കിലും പച്ചക്കറി മാർക്കറ്റ് സംബന്ധിച്ചും തീരുമാനമെടുക്കാം. വെള്ളക്കെട്ട് വ്യാപകമായി പറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി ജവാബ് പറഞ്ഞത് വെച്ചിട്ട് ആ വെള്ളക്കെട്ടിൻ്റെ ലോട്ടസിൻ്റെ ഭാഗത്തിൻ്റെ തടസ്സം അന്വേഷിച്ച് പരിഹാരം ശ്രമിക്കാം. അത് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ കാണാം, ചന്ദ്രരാസ് വെള്ളക്കെട്ട് അത് സംബന്ധിച്ചും നിങ്ങൾ നേരിട്ടൊന്നും കൂടി ഉദ്യോഗസ്ഥന്മാരെ അയച്ച് വിശദമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ചെയ്യാം. തലശ്ശേരി ടൗൺ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ തലശ്ശേരി പറഞ്ഞ് മുതലക്കുളവും മറ്റൊക്കെ പറഞ്ഞപ്പോൾ മുതലയില്ലാത്ത ഏതായാലും നല്ല ഉപമയാണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് തലശ്ശേരിയിൽ ഒരു ബസ് സ്റ്റാൻഡ് വേണം. പഴയ ബസ് സ്റ്റാൻഡിൽ MLA നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ അഭിപ്രായം എടുത്തുകൊണ്ട് എങ്ങനെ
ആധുനിക രീതിയിൽ സൗകര്യപ്രദമായ രീതിയിൽ നമുക്കൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി പരിഹരിക്കുകയാണെന്ന് പറയാൻ സാധിക്കും. ടി ഇസ്മയിൽ, ബിനാക്ക അച്യുതൻ, നാസർ മാഡോൾ, CPM നൌഫൽ, AK സക്കറിയ, പൊന്നം കൃഷ്ണൻ, ജവാദ് അഹമ്മദ്, TK രജീഷ്, CN മുരളി, PM അഷ്റഫ്, CC വർഗീസ്, വർഷ, രവി പാലയാട്, നവാസ് മേത്തർ, അനീഷ് പാതിരിയാട് തുടങ്ങിയവർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കമ്മിറ്റി സെക്രട്ടറി P ദിനേശൻ MLAയെ ഷാളണിയിച്ച് ആദരിച്ചു. N സിറാജ് സ്വാഗതവും രവി പാലയാട് നന്ദിയും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് CPM-നും ഇടതുപക്ഷത്തിനുമുണ്ടായ പരാജയ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തുറന്നുപറച്ചിൽ യാഥാർത്ഥ്യവുമായി ചേരുന്നതല്ലെന്ന് തളിപ്പറമ്പ് MLA TK ഗോവിന്ദനും പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണനും കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ സംസ്ഥാന കമ്മിറ്റിക്കും അതിൻ്റെ നേതൃത്വമായ സെക്രട്ടറിക്കും സ്വജനപക്ഷപാതിത്വത്തിൻ്റെയും പാർലമെൻ്ററി മോഹങ്ങളുടെയും ജീർണതയിൽ നിന്ന് തെറ്റുതിരുത്തി പുറത്തുവരാനോ പറ്റിയ പിശക് അംഗീകരിക്കാനോ അല്പം പോലും കഴിയുന്നില്ലെന്നും ഇരുവരും കുറ്റപ്പെടുത്തി. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തളിപ്പറമ്പിൽ പാർട്ടി നിശ്ചയിച്ചിരുന്ന LDF സ്ഥാനാർത്ഥിയെ ഭൂരിഭാഗം പേരും എതിർത്തതാണ്. പയ്യന്നൂരിലും TI മധുസൂദനനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പാർട്ടിക്കുള്ളിൽ അഭിപ്രായമുയർന്നിരുന്നു. സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഇതിന് ഉത്തരവാദിത്വം പിണറായിക്കും MV ഗോവിന്ദനുമാണ്. പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ കമ്മിറ്റിക്കാണെന്ന് പറയുന്നത് ശരിയല്ലെന്നും സംസ്ഥാന സെക്രട്ടറി അങ്ങനെ പറയുന്നത് വഞ്ചനയാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി അണികളെ കേട്ടതിന് ശേഷമുള്ള റിവ്യൂ അല്ല തയ്യാറാക്കിയത്, തെറ്റുതിരുത്തൽ നാടകമാണെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. ഘടകങ്ങളെ കേട്ടുകൊണ്ടാണ് റിവ്യൂ തയ്യാറാക്കുക എന്നാണ് നേരത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നത്. അപ്പോൾ താഴെ നിന്നുള്ള ചർച്ചകളൊക്കെ കേട്ടിട്ടാണ് സംസ്ഥാന കമ്മിറ്റി റിവ്യൂ തയ്യാറാക്കിയത് എന്നാണ് ഗോവിന്ദൻ മാഷ് അവകാശപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി റിവ്യൂവിൽ താഴെ ഘടകങ്ങളിൽ നിന്ന് വന്ന ഒരു ചർച്ചയും ആ റിവ്യൂവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കേട്ടപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളത്. പാർട്ടിയിൽ ഉടനീളം ചർച്ച ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പാർട്ടി നേതൃത്വം സ്വീകരിച്ച അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധവും ഉൾപാർട്ടി ജനാധിപത്യം നിരക്കാത്തതുമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പരാജയത്തിന് കാരണമെന്നാണ് പാർട്ടി അണികളിൽ ഉടനീളം ചർച്ച ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ ചില ചർച്ചകൾ തന്നെ വന്നിട്ടുള്ളത്, ഒന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തിട്ടുള്ള നിലപാട്, അതുപോലെ തന്നെ പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ള തെറ്റായ രീതികൾ, ഇതൊക്കെ പാർട്ടിയിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരാജയത്തിന് കാരണമായ വസ്തുതകൾ മറയ്ക്കുകയാണ്. തോൽവിയുടെ കാരണങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടുന്നത് അപഹാസ്യമാണ്. കഴിഞ്ഞ സർക്കാർ BJP-യുമായി ഡീലുണ്ടാക്കിയെന്ന സംശയം ജനങ്ങൾക്കുണ്ടായി. PM ശ്രീയിൽ ഒപ്പിട്ടത് തിരിച്ചടിയായി. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അറിയാതെ ഒരിക്കലും ഉദ്യോഗസ്ഥർ ഒപ്പിടില്ല. വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയതും തിരിച്ചടിയായി. പയ്യന്നൂരിൽ MLA ഓഫീസ് തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. LDF നടത്തിയ പ്രചരണത്തിൻ്റെ 10% പ്രചരണം പോലും താൻ നടത്തിയിട്ടില്ല. എന്നിട്ടും മണ്ഡലത്തിൽ സ്ഥാപിച്ച ബോർഡുകൾ തകർത്തു. തനിക്ക് വേണ്ടി എഴുതിയ ചുമരുകൾ പൊളിച്ചു മാറ്റി. ഒരു സ്ഥാനാർത്ഥിക്കായി എഴുതിയ ചുമർ വെള്ളയടിച്ച് മറ്റൊരു സ്ഥാനാർത്ഥിക്കായി എഴുതിയത് ചരിത്രമാണ്. ജനങ്ങളിൽ നിന്നും പിരിച്ച തുകയുടെ കണക്ക് ആരോടും പറയേണ്ടതില്ലെന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ വാർത്താ സമ്മേളനം പാർട്ടി അണികളിൽ തെറ്റിദ്ധാരണ പരത്തുകയും എതിർപ്പുണ്ടാക്കുകയും ചെയ്തെന്നും V കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥിക്കെതിരെ കഴിഞ്ഞ 5 വർഷമായി പാർട്ടിക്കകത്ത് സമരം നടക്കുന്നത് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതല്ലാതെ മറ്റൊരു വിഷയവും ഉയർന്നു വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണ് എന്ന് പാർട്ടി പരോക്ഷമായി ഇപ്പൊ പറയുന്നത്. തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വജനപക്ഷപാതമാണല്ലോ. അപ്പൊ അത് ശരിയാണ് എന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുക.
അപ്പൊ തെറ്റ് പറ്റി എന്ന് പറയുമ്പോ എന്ത് തെറ്റാണ് നേതൃത്വത്തിന് സംഭവിച്ചത് എന്ന് പറയാനുള്ള ബാധ്യത സംസ്ഥാന നേതൃത്വത്തിനില്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ ഉൾപാർട്ടി ജനാധിപത്യത്തിന് വില കൽപ്പിക്കാത്ത പാർട്ടിയായി CPM മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് താഴെ നിന്ന് നാട്ടുകാരോ ജനങ്ങളോ പാർട്ടി മെമ്പർമാരോ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമല്ല. ഈ ഉൾപാർട്ടി ജനാധിപത്യ കേന്ദ്രീകരണ തത്വം മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ ഉൾപാർട്ടി ജനാധിപത്യത്തിന് പ്രാമുഖ്യം നൽകാനുള്ള ചുമതല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിനാണ്. ഇത് മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടിയാണ്. പാർട്ടി അണികളും നേതാക്കളും തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. കളങ്കിതനായ ഒരാളെ സ്ഥാനാർത്ഥിയായി നിർത്തിയതിൻ്റെ പ്രതിഷേധമാണതെന്നും വി കുഞ്ഞികൃഷ്ണൻ കൂട്ടിച്ചേർത്തു. മുതിർന്ന മാധ്യമപ്രവർത്തകനും യൂത്ത് ലീഗ് പ്രഥമ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന മേക്കുന്ന് മത്തിപ്പറമ്പിലെ KK മുഹമ്മദ് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു മരണം. മുതിർന്ന മാധ്യമപ്രവർത്തകനും യൂത്ത് ലീഗ് പ്രഥമ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന മേക്കുന്ന് മത്തിപ്പറമ്പിലെ KK മുഹമ്മദ് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വീട്ടിൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 6 മണിയോടെയാണ് അന്ത്യം. സൈനബ ഹജ്ജുമ്മയാണ് ഭാര്യ. നിസാർ മുഹമ്മദ്, ജാഫർ ഖാൻ മുഹമ്മദ്, സെറീന, അബ്ദുൽ അസീസ്, ഫൈസൽ മുഹമ്മദ്, ജസീല, സാജിദ, ഷഫീന, സഫൂറ, സുഫൈറ, സുമയ്യ എന്നിവർ മക്കളാണ്. അസ്മാ നിസാർ, സീനത്ത് ജാഫർ, മുഹമ്മദ് ഷാഫി, നദീറ അസീസ്, രജ്ന ഫൈസൽ, നൌഷാദ് പെരിങ്ങാടി, മുഹമ്മദ് റഫീഖ്, ഹാരിസ് കൈവേലിക്കൽ, ജാബിർ കൈനാട്ടി, ഷാനവാസ്, അബ്ദുൽ മജീദ് എന്നിവർ മരുമക്കളാണ്. ഖത്തർ സഫാരി ഗ്രൂപ്പ് ഡെപ്യൂട്ടി ചെയർമാൻ, മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് K സൈനുലാബിദ്ദീൻ ഭാര്യ സഹോദരനാണ്. ചന്ദ്രിക റെസിഡന്റ് എഡിറ്ററായിരുന്നു KK മുഹമ്മദ്. 1936 ജൂൺ 20 ഒയരോത്ത് അബ്ദുറഹ്മാൻ്റെയും നാലുകണ്ടി ആശാൻ്റെവിട ബീബിയുടെയും മകനായാണ് മാഹി പെരിങ്ങാടിയിൽ ജനിച്ചത്. മാഹി മദ്രസയിലും മൂപ്പൻ സൈ സ്കൂളിലും പഠനം. തുടർന്ന് മടപ്പള്ളി കോളേജിൽ നിന്നും BSc ബിരുദം നേടി. പഠിക്കുന്ന കാലത്ത് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചു. മടപ്പള്ളി കോളേജ് യൂണിയൻ ISF സെക്രട്ടറി ആയിരുന്നു. കലാലയ പഠനകാലത്ത് തന്നെ പെരിങ്ങാടിയിലെ മുസ്ലിം ലീഗ് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. ആദ്യഘട്ടത്തിൽ ചന്ദ്രിക മാഹി പ്രാദേശിക ലേഖനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ദീർഘകാലം അസോസിയേറ്റ് എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. ബിരുദാനന്തരം സഹോദരി ഭർത്താവിനൊപ്പം ബിസിനസ് ആവശ്യങ്ങൾക്കായി പാലക്കാട്ടേക്ക് യാത്ര തിരിച്ചു. പാലക്കാട് ചന്ദ്രികയുടെ ജില്ലാ ലേഖകൻ്റെ ചുമതലയും പാർട്ടി ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെയും CH ചെറിയ മമ്മൂക്കൈ സാഹിബിൻ്റെയും നിർദ്ദേശപ്രകാരം പാലക്കാട്ടെ ബിസിനസ് ഒഴിവാക്കി പ്രവർത്തന തട്ടകം കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സെക്രട്ടറിയായും ചന്ദ്രികയുടെ കോഴിക്കോട് ബ്യൂറോയുടെ ചുമതലക്കാരനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ബാഫക്കി തങ്ങളുടെ സന്തത സഹചാരിയായിരുന്നു. 1968 മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ചുമതലകളിലേക്ക് പ്രവർത്തനം മാറ്റി. തുടർന്ന് യൂത്ത് ലീഗ് രൂപീകരിച്ചപ്പോൾ പ്രഥമ സംസ്ഥാന പ്രസിഡന്റായി. 1975 മുസ്ലിം ലീഗ് പിളർന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപപ്പെട്ടതോടെ അതിൽ വിവിധ ചുമതലകൾക്കൊപ്പം പാർട്ടി പത്രമായ ലീഗ് ടൈംസിൻ്റെ ചുമതലയും വഹിച്ചു. 1984 ലീഗുകൾ ലയിച്ചതിനെ തുടർന്ന് വീണ്ടും ചന്ദ്രികയിലേക്ക് മടങ്ങി. അസോസിയേറ്റ് എഡിറ്ററായാണ് പ്രവർത്തനം തുടങ്ങിയത്. ചന്ദ്രിക എറണാകുളം എഡിഷൻ സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ സ്ഥാപകനായും പ്രവർത്തിച്ചു. എറണാകുളത്ത് പ്രസിഡന്റ് എഡിറ്ററായാണ് വിരമിച്ചത്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കെ തന്നെ സ്വന്തം പ്രദേശത്തെ രാഷ്ട്രീയ, വിദ്യാഭ്യാസ, സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു KK മുഹമ്മദ്. നിയമസഭയിലേക്കും അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. ഫെഡറേഷൻ ഓഫ് മുസ്ലിം ഓർഫനേജ് കോളേജസ് പെരിങ്ങത്തൂർ ഓർ സെത്തിങ്കാന, അസോസിയേഷൻ ഓഫ് ഓർഫനേജസ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ, മൈനോറിറ്റി എഡ്യൂക്കേഷൻ അസോസിയേഷൻ കണ്ണൂർ, PP സത്യൻ സ്മാരക കമ്മിറ്റി പ്രസിഡന്റ്, ഓൾ കേരള TTI മാനേജേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ്, മുസ്ലിം എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങത്തൂർ ചെയർമാൻ, സെൻട്രൽ കോർഡിനേഷൻ ഫോറം ഫോർ മുസ്ലിം NGOs കേരള വൈസ് ചെയർമാൻ, കല്ലിക്കണ്ടി NM കോളേജ് മാനേജർ, പെരിങ്ങത്തൂർ NM ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ, പെരിങ്ങത്തൂർ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർ എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. SCFF കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി, കേരള സ്റ്റേറ്റ് അസോസിയേഷൻ ഓഫ് മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കേരള പ്രൈവറ്റ് കോളേജ് മാനേജ്മെൻറ്റ്സ് അസോസിയേഷൻ ആൻഡ് എയ്ഡഡ് ട്രെയിനിങ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ എന്നിവയുടെ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. തലശ്ശേരി രാജീവ് ഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഡയറക്ടറായും പ്രവർത്തിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റായും പത്രപ്രവർത്തക യൂണിയൻ ദേശീയ സമിതി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്.
ഇ.ടി. മുഹമ്മദ് ബഷീർ MP വസതിയിലെത്തി പാർട്ടി പതാക പതപ്പിച്ചു. ഗുരുതുല്യനായ നേതാവിനെയാണ് തനിക്ക് നഷ്ടമായതെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ MP അനുസ്മരിച്ചു. ദീർഘമായ ബന്ധമാണ് ഞാൻ കെ ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ യുവജന രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ എത്രയോ ത്യാഗം അനുഷ്ഠിച്ച വ്യക്തിയാണ്. കെക്ക് പാലക്കാട് കച്ചവടം ഉണ്ടായിരുന്നു, നല്ല കച്ചവടം. ആ കച്ചവടമെല്ലാം ഉപേക്ഷിച്ച് ബാബേന്ദ്രൻ പറഞ്ഞതിനനുസരിച്ച് ഇവിടെ വന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പരമായ കച്ചവടം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിശ്ചയമാവുകയാണ്. പക്ഷെ അതെല്ലാം സംഭവിച്ചെങ്കിൽ തന്നെ കേരളത്തിലെ യുവ മനസ്സുകളിൽ കെ വളരെ ആഴത്തിൽ നേടുന്നു. ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ മത്സരിക്കാൻ വന്നവിടെ ജയിച്ച കാലഘട്ടത്തിൽ ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ഒരു MLA ആയിട്ട് മത്സരിക്കുന്ന സംഗതി കെ പോലുള്ള ആളുകൾ, അവരെൻ്റെ മുമ്പിലുള്ള ആളുകൾ, എന്നെക്കാളും വലിയ അന്ന് രാഷ്ട്രീയത്തിൽ എന്നെക്കാളും വലിയ ഒരു പാരമ്പര്യം സൗകര്യമുള്ള ആൾക്കാരാണ്. മാത്രമല്ല അവർ ഈ നാട്ടുകാരാണ്, ഞാനാകട്ടെ വളരെ നോക്കുന്നത്. പക്ഷേ ഉമ്മർഖാൻ സാഹിബിനെ പോലെ കെ പോലെ ഈ നാട്ടുകാരായി എന്തുകൊണ്ടും ഒരു മത്സരിക്കാനുള്ള ആളുകൾ അവരെല്ലാം തന്നെ വഴിമാറി തന്ന് എന്നെ കൂടെ കൊണ്ട് നടന്ന് ജീവിച്ച് ഞാൻ അസംബ്ലിയിൽ എല്ലാ സമയത്തും ഞങ്ങളെല്ലാം തന്നെ ഒരു പ്രായമൊക്കെ ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. പക്ഷെ ഞങ്ങളൊരു ഗുരുവിനെ പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖരും വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പ്രമുഖരുടെ അനുസ്മരണങ്ങളിലേക്ക് ഞങ്ങൾ ഒന്നിച്ച് പ്രഥമ ജില്ലാ കൗൺസിൽ അംഗങ്ങളായി പ്രവർത്തിച്ച സന്ദർഭം ഇപ്പോൾ ഓർക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണെങ്കിലും പ്രഥമ ജില്ലാ കൗൺസിലിൽ ജില്ലയുടെ വികസന പ്രശ്നങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് മുഹമ്മദ് എടുത്തിരുന്നത്. അദ്ദേഹം അസുഖബാധിതനായി വീട്ടിൽ കഴിയുന്ന സന്ദർഭത്തിൽ മുമ്പ് അദ്ദേഹത്തെ കണ്ടിരുന്നു, അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. തൻ്റെ രാഷ്ട്രീയ വിശ്വാസത്തോട് അങ്ങേയറ്റത്തെ പ്രതിബദ്ധത പുലർത്തുന്നുണ്ടെങ്കിലും ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും രാഷ്ട്രീയം നിലനിൽക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും നല്ല സൗഹൃദം പുലർത്തിയിട്ടുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു കെ പ്രത്യേകിച്ച് ഈ മേഖലയിലെ, ഈ നാടിൻ്റെ തന്നെ പറയാം, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ അദ്ദേഹത്തിൻ്റെതായ കയ്യൊപ്പ് ചാർത്തിയ കുറേയധികം മേഖലയിലുണ്ട്. അതുകൂടാതെ വിദ്യാഭ്യാസ മേഖലയിലുള്ള, മാധ്യമ മേഖലയിൽ, എല്ലാ മേഖലയിലും തൻ്റേതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കെ മുഹമ്മദ് സാഹിബിന് സാധിച്ചിട്ടുണ്ട്. സൗമ്യനും എല്ലാവരോടും സൗഹൃദപരമായി പെരുമാറുകയും ആരെയും ചേർത്ത് പിടിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ശ്രീ കെ മുഹമ്മദ് സാഹിബ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തന രീതി തന്നെ ആർക്കും ഒരു ദുഃഖമുണ്ടാകരുത്, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം, എല്ലാവരോടും സൗഹൃദപരമായി പെരുമാറണം. തൻ്റെ ആശയങ്ങളും ആദർശങ്ങളും വിശ്വസിച്ചുകൊണ്ടാണ് മുഹമ്മദ് സാഹിബ് മുമ്പോട്ട് പോയത്. കുറച്ചു കാലമായി അദ്ദേഹം രോഗശയ്യയിലായിരുന്നു. പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ വിടവ് നികത്താൻ പറ്റാത്ത വിടവാണ്. കെ കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ രംഗത്തും പത്രപ്രവർത്തന രംഗത്തും വളരെ ശ്രദ്ധേയനും വളരെ ഉന്നതനുമായ ഒരു നേതാവാണ്. ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന കെ കായിക സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. കെയുടെ കാലഘട്ടത്തിന് ശേഷം, കെയുടെ കാലഘട്ടത്തിന് ശേഷം യൂത്ത് ലീഗിൽ മോയിൻകുട്ടി സാഹിബ് പ്രസിഡൻറ്റും ഞാൻ ജനറൽ സെക്രട്ടറിയുമായാണ് കടന്നു വന്നത്. കെയുടെ കാലഘട്ടത്തിന് ശേഷം പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ ഭാഗ്യമുണ്ടായി എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അസുലഭ സന്ദർഭമായി ഞാൻ കാണുന്നു. സർവശക്തനായ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ വെച്ചുകൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ കെ മുഹമ്മദ് മരണം മതനിരപേക്ഷ സമൂഹത്തിനൊരു തീരാ നഷ്ടമാണ്. നമ്മുടെ രാജ്യം
പ്രത്യേകിച്ചും മതനിരപേക്ഷതയുടെ അടിയുറച്ച ശബ്ദം ഒട്ടേറെ പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് എക്കാലത്തും മാനവികതയും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിച്ച ഒരു സാംസ്കാരിക മേഖലയിലും മാധ്യമ പ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രശോഭിച്ച ശ്രീ മുഹമ്മദിൻ്റെ നിര്യാണം നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അങ്ങനെയൊന്നും അല്ലാത്ത ഒരു കാലത്ത് നാടിൻ്റെ സ്പന്ദനമറിഞ്ഞ് പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകനാണ് KK. ആ മനുഷ്യൻ്റെ സാമീപ്യം മനുഷ്യർക്ക് ഇഷ്ടമായി. ചില ആളുകളുണ്ട്, ചില പൊതുപ്രവർത്തകർ നമുക്ക് എപ്പോഴും മനസ്സിന് ഒരു കുളിര് നൽകുന്നവരാണ്. അവരുടെ സാമീപ്യം സങ്കടപ്പെടുന്ന മനുഷ്യർക്ക്, ആശങ്കകളുള്ള മനുഷ്യർക്ക്, ആകുലതകളുള്ള മനുഷ്യർക്ക് എപ്പോഴും ഒരു ആശ്വാസമുണ്ട്. അങ്ങനെ ആശ്വാസം നൽകാൻ പ്രാപ്തിയുള്ള ഒരു നല്ല മനസ്സ്, നല്ല പെരുമാറ്റം, ചേർത്തു പിടിക്കാൻ കഴിവുള്ള ഒരു പൊതുപ്രവർത്തകരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇതൊക്കെ ഇത്തരം പൊതുപ്രവർത്തകരൊക്കെ അന്യം നിന്നു പോകുന്ന, അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് തീരാ നഷ്ടം തന്നെയാണ്. KK മുഹമ്മദ് എന്ന പൊതുപ്രവർത്തകരിലൂടെ, മാധ്യമപ്രവർത്തകരുടെയും യോഗത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി നഗരസഭാ യൂണിറ്റ് വാർഷിക സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും തലശ്ശേരി MLA കാരായി രാജനുള്ള ആദരവും ഉപഹാര സമർപ്പണവും ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേരും. കാരായി രാജൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കേരളത്തിലെ 4000-ഓളം വരുന്ന യൂണിറ്റുകളുടെ സമ്മേളനം നടന്നു വരികയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള 2011 ഇതിൻ്റെ 15 വർഷം പൂർത്തീകരിക്കുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി മുനിസിപ്പൽ യൂണിറ്റിൻ്റെ സമ്മേളനമാണ് ഈ വരുന്ന ഞായറാഴ്ച ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈകിട്ട് 4 മണിക്ക് തലശ്ശേരിയുടെ പ്രിയങ്കരനായ MLA ശ്രീ കാരായി രാജൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രസ്തുത സമ്മേളനത്തിൽ അതിൻ്റെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ അധ്യക്ഷനുമായ ശ്രീ ദേവസ്യ മേച്ചേരി അവர்களാണ്. ഞങ്ങളുടെ സംഘടനയുടെ ഭരണഘടന പ്രകാരം എല്ലാ 2 വർഷം കൂടുന്തോറും അതിൻ്റെ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് 2026-28 വർഷക്കാലത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ അന്നത്തെ ദിവസം തെരഞ്ഞെടുക്കുന്നതാണ്. യൂണിറ്റ് പ്രസിഡന്റ് VK ജവാദ് അഹമ്മദിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളന നടപടികൾ കാരായി രാജൻ MLA ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജില്ലാ സമ്മേളനങ്ങൾ നടക്കാനിരിക്കുന്നതിൻ്റെ മുന്നോടിയായാണ് മുനിസിപ്പൽ യൂണിറ്റ് സമ്മേളനം നടക്കുന്നത്. നാട്ടിലാകെ നടക്കുന്ന ഓൺലൈൻ വ്യാപാരവും നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന വഴിയോര കച്ചവടവുമാണ് വ്യാപാരികൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമെന്ന് സംഘടന ജനറൽ സെക്രട്ടറി CC വർഗീസും പ്രസിഡന്റ് VK ജവാദ് അഹമ്മദും വിശദീകരിച്ചു. ഞങ്ങൾ നടത്തിയതാണ്. ഗവൺമെന്റ് വരികയും അതിന്റെ മുഖ്യമന്ത്രിനെയും അതുപോലെ അത് വകുപ്പ് മന്ത്രിനൊക്കെ നേരത്തെ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിരിക്കുന്ന സമയത്ത് നിവേദനമൊക്കെ സമർപ്പിച്ചതാണ്. നമ്മൾ ഇനി വളരെ അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ അപ്പോയിൻമെന്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഉടനെ പോയി അതിലൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നാരങ്ങാപ്പുറത്തൊക്കെ ഈ സദാനന്ദ പെയിന്റർ സ്ഥലത്തൊക്കെ ഈ ഒരു മഴ പെയ്താൽ ആ റെയിൽവേന്റെ ആ വേസ്റ്റ് ആ ഓവ് കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് വ്യാപാരി വ്യവസായിയാണ് മൊത്തം ചെലവ് തിരിച്ചുകൊണ്ട് ആ ഓവ് റെയിൽവേ ആയിട്ട് സംസാരിച്ചിട്ട് വൃത്തിയാക്കിയത്. ഇരിട്ടിന്നൊക്കെ അതിൻ്റെ ആളുകളെ കൊണ്ടുവന്നിട്ടാണ് വൃത്തിയാക്കിയത്. മുനിസിപ്പാലിറ്റി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് മൊത്തം അവിടെയുള്ള ഷോപ്പുകാർ വെള്ളത്തിലാവുന്നൊരവസ്ഥയാണ് ഉള്ളത്. ഓൺലൈൻ വ്യാപാരത്തിന് GST ബാധകമാക്കണമെന്ന സംഘടനയുടെ ആവശ്യം കേന്ദ്ര സർക്കാർ ഇതേവരെ അംഗീകരിച്ചില്ല. വഴിയോര കച്ചവടം നിയന്ത്രിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടു. നിലവിൽ 947 അംഗങ്ങൾ മുനിസിപ്പൽ യൂണിറ്റിലുണ്ട്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യാപാരി വ്യവസായി സമിതിയുമായി നല്ല ബന്ധത്തിലാണെന്നും
വ്യാപാരികളെ ബാധിക്കുന്ന തീരദേശപാത വിഷയം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ യോജിച്ചാണ് പ്രക്ഷോഭം നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. KN പ്രസാദ്, VK നിസാർ, ഇർഷാദ് അബ്ദുള്ള, PO റാഫി ഹാജി എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി. LKG മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസുകളിലേക്കും സീറ്റുകളുടെ ലഭ്യതയനുസരിച്ച് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവേശനം, പരിചയസമ്പന്നരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യം, സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി ആൻഡ് ലൈബ്രറി, ഗതാഗത സൗകര്യം, ലേണിംഗ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ, ശുചിത്വമുള്ള ക്യാമ്പസ്, രക്ഷിതാവ് അധ്യാപക ആശയവിനിമയത്തിനായി സ്കൂൾ ആപ്പ്, ഹയർ സെക്കൻഡറി കോഴ്സ്, ബയോസയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കൊമേഴ്സ്. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി, മൗണ്ട് വേര, ചാലക്കര, ന്യൂ മാഹി. 0490-233-626 9447-227626. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും, കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് K. രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8130606188 965-681-3834 859-031-2944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം,
വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ, ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ മേക്കുന്ന്, തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. മറ്റു വാർത്തകളിലേക്ക്. CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദൻ്റെ 6ാം ചരമവാർഷികം ആചരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ്റെ നേതൃത്വത്തിൽ പാറാട് അനുസ്മരണ പ്രകടനവും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദൻ്റെ 6ാം ചരമവാർഷികം ആചരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ്റെ നേതൃത്വത്തിൽ പാറാട് അനുസ്മരണ പ്രകടനവും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. വീട്ടിന് മുന്നിലെ സ്മൃതി മണ്ഡപത്തിലാണ് നേതാക്കളും പ്രവർത്തകരും കുടുംബാംഗങ്ങളും പുഷ്പാർച്ചന നടത്തിയത്. ഫുട്ബോളിന്റെ വെക്കുന്നുണ്ടോ? തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ താല്പര്യവും BJPയുടെ താല്പര്യവും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയായിരുന്നു മംഗലാപുരത്തേക്ക് നടത്തിയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആപൽ സൂചനയായിട്ട് കേരള സമൂഹം കണക്കാക്കണം. കേരള സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇത് ഒരു മതനിരപേക്ഷതയുടെ സംരക്ഷിത തുരുത്താണ്. ഇതിൽ പലയിടങ്ങളിലും കോൺഗ്രസ് വീണു, BJP വന്നു. മഹാത്മാഗാന്ധിക്ക് ജന്മം നൽകിയിട്ടുള്ള പോർബന്ദർ ഉൾക്കൊള്ളുന്ന ഗുജറാത്ത് സംസ്ഥാനം ദശകങ്ങളായിട്ട് ഭരിക്കുന്ന പാർട്ടിയാണ് BJP. പിന്നെയോ ഒട്ടേറെ സംസ്ഥാനങ്ങൾ, പേര് ഞാൻ പറയുന്നില്ല. കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത്, അവിടെ BJP. അപ്പോൾ ഈ കേരളവും BJP ലക്ഷ്യമിട്ടിരിക്കുകയാണ്. മോദിയും അമിത്ഷായും അതിനുവേണ്ടിയുള്ള അജണ്ട തയ്യാറാക്കിയിരിക്കുകയാണ്. അവര്
വിഷൻ 2031 മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2031 നിയമസഭയിൽ BJP ഭൂരിപക്ഷം നേടും. ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് മതനിരപേക്ഷതയുടെ സംരക്ഷണ തുരുത്തായിട്ട് ഈ കേരളത്തെ വർഗീയ കേരളമാക്കി മാറ്റാനുള്ള എല്ലാ പരിശ്രമങ്ങൾക്കുമെതിരായി പോരാടേണ്ട സന്ദർഭം കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കൃത്യമായി തിരിച്ചറിയാം. സഖാവ് കുഞ്ഞനന്തനെ അനുസ്മരിക്കുന്ന ഈ ഘട്ടത്തിൽ കുഞ്ഞനന്തന്റെ രാഷ്ട്രീയ ജീവിതം നിങ്ങൾ നോക്കൂ. CPM-നെതിരായിട്ട്, RSS ഉയർത്തിയിട്ടുള്ള കൊലക്കത്തിക്കെതിരായിട്ട് നിർഭയമായി ജനങ്ങളെ നയിച്ചിട്ടുള്ള ഒരു പാർട്ടി നേതാവാണ് സഖാവ് കുഞ്ഞനന്തൻ. CPM പാനൂർ ഏരിയ സെക്രട്ടറി K. കുഞ്ഞബ്ദുള്ള അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രൻ, ലോക്കൽ സെക്രട്ടറി K. റിനീഷ് തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ KP രാജേഷ് പതാക ഉയർത്തി. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ സെക്രട്ടറിമാർ, പാർട്ടി പ്രവർത്തകർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ അനുസ്മരണത്തിൽ പങ്കാളികളായി. ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കാൻ 3 വർഷത്തിലേറെയായി വളർത്തിയ മുടി ദാനം ചെയ്ത് പാനൂർ ഇരിഞ്ഞിക്കുളങ്ങര LP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി ധ്യാൻവിന്ദ് ചെറുപ്രായത്തിൽ തന്നെ സമൂഹത്തോടുള്ള കരുതലും സഹാനുഭൂതിയും പ്രകടിപ്പിച്ച ധ്യാൻവിന്ദിൻ്റെ പ്രവൃത്തി ചടങ്ങിൽ പങ്കെടുത്തവരുടെ ഹൃദയം സ്പർശിച്ചു. പ്രായം ചെറുതായാലും മനസ്സ് വലുതായാൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. പെൺകുട്ടികളെപ്പോലെ തന്നെ മുടി 3 വർഷത്തിലേറെ താലോലിച്ച് വളർത്തിയാണ് ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കാൻ ധ്യാൻവിന്ദ് കൈമാറിയത്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുടുംബത്തിലൊരാൾ ക്യാൻസർ രോഗബാധിതനാവുകയും റേഡിയേഷന് വിധേയനാവുകയും ചെയ്തിരുന്നു. റേഡിയേഷൻ ചെയ്യുമ്പോൾ മുടി കൊയ്യുമെന്ന രോഗിയുടെ പേടിയാണ് മുടി നൽകാൻ തീരുമാനമെടുക്കാൻ കുഞ്ഞു പ്രായത്തിലെ ധ്യാൻവിന്ദിന് പ്രേരണയായത്. സ്കൂളിൽ ചേർന്ന ചടങ്ങിൽ വെച്ച് സഹപാഠികളുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിൽ മുടി കൈമാറി. ബ്ലഡ് ഡോണേഴ്സ് കേരള കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി R. രാജേഷ് കുമാർ ഏറ്റുവാങ്ങി. നിങ്ങളെല്ലാവരും വലുതാകുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ഹീറോയായി മാറണ്ടേ? വേണ്ടേ? നമുക്കെല്ലാവർക്കും നമുക്ക് ബ്ലഡുകൾ കൊടുക്കണ്ടേ? ഹെയർ കൊടുക്കണ്ടേ? എന്താ ചെയ്യുന്നത്? എന്താ കൊടുക്കാൻ റെഡിയാണോ? വീട്ടിൽ പറയുമോ? എന്താ പറയുക? പൂക്കോം ചെമ്മേരിൻ്റെ വിട PK അജയൻ സിമി ദമ്പതികളുടെ മകനാണ് ധ്യാൻവിന്ദ്. UKG വിദ്യാർത്ഥിയായ ഡ്യുവിൻ സഹോദരനാണ്. I. ജിജിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ KP പ്രദീപൻ, KP പ്രഭാകരൻ, വിപിന, TM ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രഭാഷകൻ രംഗീഷ് കടവത്ത് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഒരു മക്കളുടെ മുടി കുറിച്ച് കൊടുക്കാൻ പറഞ്ഞ തയ്യാറാവുന്ന മക്കൾ ഇന്ന് കിണ്ടീകങ്ങൾ രക്ഷപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ മക്കളെ തൊടാൻ കഴിയാത്ത, ശാസിക്കാൻ കഴിയാത്ത, ഒരു സംഗതിയും ചേർത്ത് പിടിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യ സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനൊക്കെ ജീവിക്കുന്നത്. ശരിയല്ലേ? അത് തിരുത്തണം. അതിനെന്ത് ചെയ്യണം? ഈ മക്കളെ കുറിച്ച് നിങ്ങൾ നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ ഈ മക്കൾ നിങ്ങളോട് തന്നെ ഉണ്ടാവും. ഞാനിപ്പോൾ വരുന്നത് എന്നറിയോ, ഒരു 18 വയസ്സായിട്ട് ഒളിച്ചോടിയ പരീക്ഷ എഴുതാൻ പോയപ്പോൾ പരീക്ഷ എഴുതാണ്ട് ഒളിച്ചോടി കഴിഞ്ഞു. ഞാൻ അതിലൂടെയൊക്കെ പോട്ടെ. ഇതെന്താണ്? പരീക്ഷ ഒരു നല്ലൊരു മനുഷ്യക്കുട്ടിയാണോ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു കാമുകന് മകൾ അവൾ പരീക്ഷ എഴുതുന്നത് തടഞ്ഞിട്ട് ഒളിച്ചോണ്ട് കൊണ്ടു പറ്റുമോ? നല്ലൊരു കാമുകനായിരുന്നെങ്കിൽ അവനെന്താ ചെയ്യേണ്ടിയിരുന്നത്? ഈ പരീക്ഷ എഴുതിയിട്ട് ഒരു ഡിഗ്രിയെല്ലാം നേടിയിട്ട് നമുക്ക് നന്നായി ജീവിക്കാനല്ലേ ആഗ്രഹിക്കേണ്ടത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കൊരു കൈത്താങ്ങായി ലയൺസ് ജീവൻ ആശ്രയ പദ്ധതി. ടെലിച്ചറി ലയൺസ് ക്ലബ്ബ് കണ്ണൂരിലെ സാൻ പിയാച്ചിയുമായി കൈകോർത്താണ് ഡ്രൈവർമാർക്ക് സ്വന്തമായി CNG ഓട്ടോറിക്ഷ വാങ്ങാനുള്ള അവസരം ഒരുക്കിയത്. അർഹരായ വർഷങ്ങളായി തൊഴിലാളികളായി മാത്രം ജീവിക്കുന്ന നിർധനരായ 5 ഓട്ടോ ഡ്രൈവർമാർക്ക് ലയൺസിൻ്റെ ധനസഹായത്തോടെയുള്ള ആദ്യഘട്ട ഓട്ടോറിക്ഷ വിതരണം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ രവി ഗുപ്ത ഉദ്ഘാടനം ചെയ്തു. ഡിസ്ട്രിക്റ്റിൽ ഇത് 3ാമത്തെ തവണയാണ് നമ്മൾ ഓട്ടോസ് കൊടുക്കുന്നത്. ലയൺസ് ക്ലബ് ഓഫ് ടെലിച്ചേരിൻ്റെ വളരെ ഒരു സന്തോഷപൂർവ്വം പറയാം. 5 ഓട്ടോസ് ടുഡേ they are distributing and all congratulations, all best wishes to the beneficiaries. ലയൺസ് ഹാൾ പരിസരത്ത് വെച്ച് ടെലിച്ചറി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സുദേശ് ഷേണായി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൺ റീജ ഗുപ്ത മുഖ്യാതിഥിയായി.
റീജിയണൽ ചെയർമാൻ സജീവ് മാണിയത്ത്, പ്രദീപ് പ്രതിഭ, PV ലക്ഷ്മണൻ, രാജീവ് തണൽ, JK നായർ എന്നിവർ സംസാരിച്ചു. രാഹുൽ പ്രഭാകർ സ്വാഗതവും സെക്രട്ടറി അനിത ഷേണായി നന്ദിയും പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ജില്ലയിൽ നിന്നും വിജയിച്ച MLA-മാർക്ക് സ്വീകരണവും ജില്ലാ കൗൺസിൽ യോഗവും 12-ന് 2:30-ന് പാറക്കണ്ടി വ്യാപാര ഭവനിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാഴ്ച 12 ജൂൺ 12 ഉച്ചക്ക് 2:30 മണിക്ക് വ്യാപാര ഭവനിൽ വെച്ച് കേരള നിയമസഭ കണ്ണൂർ ജില്ലാ ഭാരവാഹികൾക്ക് ഒരു സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ യോഗത്തിൽ അവർക്ക് നമ്മുടെ ജില്ലയുടെ ആശ്രയപതിയുടെ മരണാനന്തര സഹായവും ചികിത്സാ സഹായവും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അന്നത്തെ ദിവസം തന്നെ 2023 ജനുവരി 1-ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ആശ്രയ പദ്ധതിയിൽ നിന്ന് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുള്ള ആനുകൂല്യ വിതരണവും പരിപാടിയിൽ നടത്തും. ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി അധ്യക്ഷത വഹിക്കും. MLA-മാരും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര, സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ്, പുനത്തിൽ ബാഷിദ്, MP തിലകൻ, KU വിജയകുമാർ, CK രാജൻ, ജില്ലാ ഭാരവാഹികൾ എന്നിവർ സംബന്ധിക്കും. പദ്ധതിയിലെ ഒരംഗം മരണപ്പെടുമ്പോൾ മറ്റ് അംഗങ്ങൾ 100 രൂപ സംഭാവന നൽകി സമാഹരിക്കുന്ന സംഖ്യയിൽ നിന്ന് പരേതൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകുന്നതാണ് ആശ്രയ പദ്ധതി. ഇതുവരെയായി പദ്ധതിയിലൂടെ 270 കുടുംബങ്ങൾക്ക് 27 കോടി രൂപ സഹായകരമായി നൽകിയിട്ടുണ്ട്. 12-ന് നടക്കുന്ന സമ്മേളനത്തിൽ 10 കുടുംബങ്ങൾക്കുള്ള 1 കോടി രൂപയാണ് വിതരണം ചെയ്യുക. 3.5 വർഷമായി 270 കുടുംബങ്ങൾക്ക് 27 കോടി രൂപ മരണാനന്തര ആനുകൂല്യമായും 2 കോടി രൂപ ചികിത്സാ സഹായവുമായി നൽകുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. പദ്ധതി അംഗങ്ങളായിട്ടുള്ള ഒരാൾ മരണപ്പെടുമ്പോൾ മറ്റ് അംഗങ്ങൾ 100 രൂപ ഈ പദ്ധതിയിലേക്ക് വരിസംഖ്യയായി അടച്ച് അങ്ങനെ സ്വരൂപിക്കുന്ന 10 ലക്ഷം രൂപയാണ് കുടുംബത്തിന് മരണാനന്തര ആനുകൂല്യമായി നൽകുന്നത്. ജില്ലാ ജനറൽ ബോഡി യോഗവും തെരഞ്ഞെടുപ്പും വരുന്ന ജൂൺ 24-ന് രാവിലെ മുതൽ വ്യാപാര ഭവനിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ P ബാഷിദ്, MP തിലകൻ, CK രാജൻ, KP അയ്യൂബ്, A സുധാകരൻ, KV സലീം എന്നിവർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. അമൃത വിദ്യാലയം പുന്നോൽ തലശ്ശേരി, ലീഡിംഗ് CBSE institution in Kannur district. Daily meditation and strong value-based assemblies. Secure student transport with 20 well-managed bus routes. Well-equipped lab for physics, chemistry, biology, maths and computer science. Adult tinkering lab fostering innovation through robotics, 3D printing and CNC machines. Enrich co-curricular learning, music, dance, keyboard, guitar, taekwondo, chess, football and table tennis. Yoga for holistic physical and mental wellness. Cheerful KG, activity and playrooms. Well-stocked library with 8,000 plus books. Digital, student-focused classrooms. Fully equipped basketball and badminton courts. Hygienic, pure vegetarian canteen. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. Silk Mitra,
തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ പരിശീലനം നേടിയ 48 കുട്ടികൾക്ക് സേനയിൽ നിയമനം ലഭിച്ചതായി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമനം ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ജൂൺ 12-ന് കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകും. മേജർ രവീസ് അക്കാഡമിയുടെ മികച്ച അഭിമാനകരമായ നേട്ടത്തെക്കുറിച്ചാണ്. ഈ കഴിഞ്ഞ കാലിക്കറ്റ് ARO റിക്രൂട്ട്മെൻറ്റിൽ നിന്നും 48ഓളം വിദ്യാർത്ഥികളെയാണ് കണ്ണൂർ മേജർ രവീസ് അക്കാഡമിയിൽ നിന്നും ആർമിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിജയികൾക്കായിട്ടുള്ള സമ്മാനദാനവും അനുമോദന ചടങ്ങുമാണ് വിജയാരവം 2026 എന്ന പേരിൽ ജൂൺ 14 ഞായറാഴ്ച കണ്ണൂർ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൽ വെച്ച് നടക്കുന്നു. നിയമനം ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ജൂൺ 14-ന് കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ രാവിലെ 9:30 നടക്കുന്ന യാത്രയയപ്പ് ചടങ്ങിൽ മേജർ രവി സംബന്ധിക്കും. സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് റിട്ടയർഡ് ക്യാപ്റ്റൻ MP വിജയൻ പറഞ്ഞു. കേരളത്തിലൊട്ടാകെ 2022 മുതൽ കൊറോണ കാലവർഷത്തിന് ശേഷം 2022 മുതൽ 2026 ജൂൺ വരെ 668 കുട്ടികൾക്ക് വിവിധ സേനകളിലേക്ക് സെലക്ഷൻ കിട്ടി പോയിട്ടുണ്ട്. കുട്ടികൾ ഇപ്പോഴും സർവീസിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും അറിയാം, 2021 ശേഷം, കൊറോണയ്ക്ക് ശേഷം അഗ്നിവീർ എന്നുള്ളൊരു വിഭാഗമാണ് ഡിഫൻസിലേക്ക് സെലക്റ്റഡ് ആവുന്നത്. അപ്പോൾ കിട്ടിയ കുട്ടികളൊക്കെ അഗ്നിവീറായിട്ടാണ് പോയിരിക്കുന്നത്. ഫസ്റ്റ് ബാച്ച് 2026 ഈ വർഷം ഒക്ടോബറിലാണ് ഫസ്റ്റ് ബാച്ച് ഔട്ടാവുന്നത്. ഈ വർഷം കാലിക്കറ്റ് ARO ആർമി റിക്രൂട്ടിംഗ് ഓഫീസ്, കേരളത്തിൽ 2 ARO ആണുള്ളത്. ഒന്ന് ട്രിവാൻഡ്രം ARO, ഒന്ന് കാലിക്കറ്റ് ARO. അതിൽ കാലിക്കറ്റ് AROൻ്റെ അണ്ടറിൽ ഇപ്പോൾ ഈ 2026 ജൂണിൽ 128 കുട്ടികൾ ആർമിയിലേക്കും എയർഫോഴ്സിലേക്കും സെലക്റ്റഡ് ആയിട്ടുണ്ട്. സിനിമാ സംവിധായകനായ മേജർ രവി നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നും കായിക പരിശീലനം നേടിയ 540 കുട്ടികൾക്ക് വിവിധ സേനകളിലായി ജോലി ലഭിച്ചിട്ടുണ്ടെന്ന് ക്യാപ്റ്റൻ വിജയൻ പറഞ്ഞു. CV ഗംഗാധരൻ, ദർശൻ രാജ്, വിജേഷ് കാനാട് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. സ്ത്രീകളുടെ ശാക്തീകരണത്തിനും സംരംഭകത്വ പ്രോത്സാഹത്തിനുമായി രൂപീകരിച്ച പെൺ പവർ കൂട്ടായ്മയുടെ ലോഗോ ലോഞ്ചിങ് ജൂൺ 13-ന് നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 6 മണി വരെ ജവഹർ ലൈബ്രറി ഹാളിലാണ് പരിപാടി നടക്കുകയെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് ലക്കി ഡ്രോയിലൂടെ ആകർഷകമായ സമ്മാനങ്ങളും ചക്കയുടെയും മാങ്ങയുടെയും മികച്ച വിഭവങ്ങൾ തയ്യാറാക്കി വരുന്ന 3 പേർക്ക് കോൺടെസ്റ്റിലൂടെ സമ്മാനങ്ങളും നൽകും. സ്ത്രീകൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും കഴിവുകളെ വളർത്താനും വളരുന്നവരെ കൈപ്പിടിച്ചു വരുത്താനുമുള്ള ഒരു കൂട്ടായ്മയാണ് പെൺപവർ. ഇതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകാനും ബിസിനസ് ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യാതിരിക്കുന്നവർക്കും ഫ്യൂച്ചറിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും എല്ലാവിധ പ്രോത്സാഹനവും എല്ലാവിധ ആവശ്യമുള്ള സഹായങ്ങളും ഒന്നിച്ച് കൈപിടിച്ച് മുന്നോട്ടേക്ക് നയിക്കാനുമാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ. വാർത്താ സമ്മേളനത്തിൽ ഫൗണ്ടർ ചെയർപേഴ്സൺ സീബ ആഷിർ, സെക്രട്ടറി മഹസീന സലീം, ജനറൽ സെക്രട്ടറി ഷബാന നിയാസ്, സമറാന എന്നിവരും പങ്കെടുത്തു. പൂക്കോം പ്രദേശത്തെ പുതിയ ഷോപ്പിംഗ് കേന്ദ്രമായ നെക്സ്റ്റോൺ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു. പ്രവാസി വ്യവസായിയും ജുമാന ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടറുമായ റാഫി ഐച്ചസ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി വ്യവസായിയും ജുമാന ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടറുമായ റാഫി ഐച്ചസ് ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് MLA പ്രവീൺ മുഖ്യാതിഥിയായി. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, വ്യാപാര മേഖലകളിലെ പ്രമുഖരും ജനപ്രതിനിധികളും ചടങ്ങിൽ സന്നിഹിതരായി. നമ്മുടെ ഒരുപാട് വർഷം 4 വർഷമായി ഈ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നേറുകയായിരുന്നു. അതിനിടയിൽ ഞാൻ പല ആൾക്കാരെയും അന്വേഷിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട ഷെയ്നുമായിട്ട് ബന്ധപ്പെട്ടു. ഷെയ്ന് എന്താ പറയുക, ഒരു ഈ ഹൈപ്പർ മാർക്കറ്റ് ഫീൽഡിൽ നല്ല വിദഗ്ധനാണ്, കച്ചവടങ്ങൾ ചെയ്ത് പരിചയമുള്ള ആളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇത് ഏറ്റെടുക്കുകയും നമ്മുടെ നാടിൻ്റെ പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കാമെന്നും നാട്ടുകാർക്ക് വേണ്ടി നന്മ ചെയ്യാമെന്നും കഴിയുന്നത് മാക്സിമം അവരെ സേവിക്കാൻ വേണ്ടി വില കുറച്ച് ജനങ്ങളുടെ അമൂല്യമായ നിധികൾ കാത്തു സൂക്ഷിക്കുന്നത് പോലെ മനോഹരമായിട്ട് ഈ സ്ഥാപനം കൊണ്ടുനടക്കാമെന്ന് വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൻ്റെ പുരോഗമനത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും ഒന്നിക്കണം. കാരണം ഒരു നാട്ടിൽ പൂക്കം, നമുക്കറിയാം, പൂക്കം പ്രദേശത്ത് ഇപ്പം ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് മത്സ്യം. നമ്മളൊക്കെ ദുബായിലും എവിടെ പോയി കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്
നിങ്ങൾ പൂക്കത്താണോ നല്ല മത്സ്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമല്ല. അപ്പോൾ അതിനിടെ നമുക്ക് എല്ലാം കൂടി ഒരു കുരക്കീഴിൽ നിർത്താൻ വേണ്ടി പറ്റുന്ന ഒരു നല്ലൊരു ഹൈപ്പർ മാർക്കറ്റ് നമുക്ക് പൂക്കോമിന് സമ്മാനിച്ച നെക്സ്റ്റോൺ ഹൈപ്പർ മാർക്കറ്റിന് ഒരുപാട് നന്ദി പറയുകയാണ്. ആധുനിക സൗകര്യങ്ങളുടെയും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരത്തോടെ പ്രവർത്തനമാരംഭിച്ച നെക്സ്റ്റോൺ ഹൈപ്പർ മാർക്കറ്റ് പ്രദേശവാസികൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവം നൽകും. വൻ പങ്കാളിത്തത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. നെക്സ്റ്റോൺ എന്ന സ്ഥാപനത്തിൻ്റെ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വീടുകളിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ നിന്ന പദ്ധതിയുമായിട്ടാണ് മുമ്പോട്ട് പോയത്. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി മാറാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മത്സ്യ മാർക്കറ്റിലൂടെ പ്രശസ്തമായ താഴേക്കുപ്പം ബജാർ ഇപ്പോൾ ഈ പുതിയ ഹൈപ്പർ മാർക്കറ്റ് വന്നതോടുകൂടി മറ്റൊരു കുറച്ചുകൂടി ഉണ്ടാവുകയാണ്. ഇത്തരത്തിൽ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന താഴേക്കുപ്പം എന്ന ചെറു പട്ടണത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ ഒരു സ്ഥാപനമായിട്ട് ഇത് മാറിത്തീരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും വിവിധ ആകർഷക പദ്ധതികളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയതായി അധികാരികൾ അറിയിച്ചു. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഷോറൂമാണിത്. എല്ലാവരും വരിക, വിസിറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു പർച്ചേസ് അനുഭൂതി ഇവിടുന്ന് എന്തായാലും ഉണ്ടാവും. ഇതിൻ്റെ ഈ ഷോപ്പിൻ്റെ പ്രത്യേകത പറഞ്ഞത് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഇവരെ ഡയറക്റ്റ് ഫാമിൽ നിന്ന് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഡയറക്റ്റ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ സെയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമ്മുടെ നാട്ടുകാർക്ക് കിട്ടും. നാട്ടുകാർ മാത്രമല്ല, പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാവർക്കും വന്നിട്ട് ഷോപ്പിംഗ് അനുഭൂതി നൽകാനുള്ള ഒരു പ്രത്യേക ഒരു അവസരം കൂടിയാണ്. ഈ നാടുമായിട്ട് സഹകരിക്കുന്നവരെല്ലാവരും ഈ ഷോപ്പുമായിട്ട് സഹകരിക്കുന്ന വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പൂക്കോമിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് പുതിയ വ്യാപാര ഷോപ്പിംഗ് കേന്ദ്രമായി നെക്സ്റ്റോൺ ഹൈപ്പർ മാർക്കറ്റ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. പാനൂരിൽ പഴയ വീട് പൊളിച്ചു മാറ്റുന്നതിനിടെയുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചത് തെക്കേ പാനൂർ വൈകുണ്ഠത്തിൽ ജിതീഷ്. കണ്ണൂർ നഗരത്തിൽ 7 കടകളിൽ പരക്കെ മോഷണം. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ച് പോലീസ്. തലശ്ശേരി പ്രസ് ഫോറവും പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറിയും സംയുക്തമായി കാരായി രാജൻ MLAക്ക് സ്വീകരണം സംഘടിപ്പിച്ചു. MLAയുമായി സംഘടിപ്പിച്ച മുഖാമുഖം വേറിട്ട അനുഭവമായി. മുതിർന്ന മാധ്യമപ്രവർത്തകനും യൂത്ത് ലീഗ് പ്രഥമ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന മേക്കുന്ന് മത്തിപ്പറമ്പിലെ KK മുഹമ്മദ് അന്തരിച്ചു. മരണം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.